ഇത്രയൊക്കെ നാശം വിധിച്ചിട്ടും ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്നും പിന്മാറാൻ ഇസ്രയേൽ തയ്യാറല്ല എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിന് മറ്റൊരു രീതി കൈവന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആശുപത്രിക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും നേരെ ആക്രമണം നടത്തിപ്പോന്നിരുന്ന ഇസ്രയേൽ ഇത്തവണ ലക്ഷ്യമിട്ടത് ആരാധനാലയത്തിലാണ്. ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിക്കു നേരെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ആക്രമണത്തിൽ പള്ളി വികാരി ഗബ്രിയേൽ റോമനെലി അടക്കം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായി സഭാ അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. 60 വയസ്സുള്ള കാവൽക്കാരനും പള്ളി വളപ്പിൽ ഒരു ടെന്റിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 84-കാരിയുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ടാങ്കിൽ നിന്നുമുള്ള ഷെല്ലാണ് ഹോളി ഫാമിലി പള്ളിവളപ്പിൽ പതിച്ചത് എന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാട്രിയാർക്ക് പിയർ ബാസ്റ്റില്ല പിസബല്ല വത്തിക്കാൻ ന്യൂസിനോട് പറയുകയുണ്ടായി. അബദ്ധം പറ്റിയതാണെന്ന് IDF പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പില്ല. മാത്രമല്ല അവർ പള്ളിയെ നേരിട്ട് ആക്രമിക്കുകയായിരുന്നുവെന്നും ലാറ്റിൻ പാട്രിയാർക്ക് പറയുന്നുണ്ട്. ഗാസയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പൂർണ്ണ വിവരം കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഹോളി ഫാമിലി കത്തോലിക്ക പള്ളി വളപ്പിലാണ് യുദ്ധക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്ന 100 കണക്കിന് ഫലസ്തീൻകാർ അഭയം നേടിയിരുന്നത്. ആക്രമണത്തിൽ പള്ളിക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടെന്ന് ഇസ്രയേൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്കും സാധാരണക്കാരുടെ വീടുകൾക്കും മതസ്ഥാപനങ്ങൾക്കും പരമാവധി നാശം കുറയ്ക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് IDF ഓപ്പറേഷനുകൾ ആസൂത്രണം ചെയ്യാറുള്ളതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ച ലിയോ മാർപ്പാപ്പ ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം പള്ളിക്ക് കേടുപറ്റിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നുമുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രതികരണത്തിൽ ഗാസ അത്ഭുതം കൂറുകയാണെന്ന് വേണം പറയാൻ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഈ സംഭവത്തിൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഒരു സൈനിക നടപടിയുടെ പേരിലും സാധാരണക്കാരുടെ നേരെയുള്ള ആക്രമണത്തെ ന്യായീകരിക്കാനാവില്ലെന്ന് മെലോണി പറയുന്നുണ്ട്. പള്ളിയിലെ ഈ ആക്രമണത്തിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചുവെങ്കിലും അവർക്കിടയിലെ സംസാര വിഷയം എന്തായിരുന്നുവെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. സത്യം പറഞ്ഞാൽ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഗാസയിലെ പള്ളിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു. പലസ്തീനിലെ സ്ഥിതി അറിയാനായി അർജന്റീനക്കാരനായ വികാരി ഗബ്രിയേൽ റോമനെലിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം ഫോണിൽ വിളിച്ചിരുന്നതൊക്കെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരുന്നു. പള്ളിവളപ്പിൽ ഒരേ സമയം ക്രൈസ്തവരും മുസ്ലിങ്ങളും അഭയം തേടിയിരുന്നു. അക്കൂട്ടത്തിൽ ധാരാളം കുട്ടികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇസ്രയേലിന്റെ അപ്രതീക്ഷിത നീക്കമെന്നത് ദുരന്തത്തിന്റെ ആഴം കൂട്ടിയെന്ന് വേണം പറയാൻ. അതേസമയം ഇതിനു പകരമായി ഗാസയിൽ അധിനിവേശം നടത്തുകയായിരുന്ന 5 ഇസ്രയേലി സൈനികർക്ക് ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. പാരാട്രൂപ്പേഴ്സ് ബ്രിഗേഡിയിലെ 2 മുതിർന്ന സൈനികർ അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഷെജയ്യ പ്രദേശത്താണ് ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തിട്ടുമുണ്ട്. ഇതോടുകൂടി ഒന്നടങ്ങിയിരുന്ന യുദ്ധം വീണ്ടും പുറപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഗാസയിലെ സാധാരണ ജനങ്ങൾ.